ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. ഖമേനിയെ വധിച്ചതിന് പ്രതികാരമായി ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ സൈനിക നീക്കം ആരംഭിച്ചതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെ ഇറാനെ നാമാവശേഷമാക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. തങ്ങൾ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അത്ര ശക്തമായ പ്രഹരം ഇന്ന് നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും എന്നാൽ അതിന് മുതിരരുതെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ ആപ്പിൽ കുറിച്ചു. അവർ അങ്ങനെ ചെയ്താൽ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ശക്തിയോടെ ഞങ്ങൾ അവരെ തകർക്കും എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഖമേനിയുടെയും കുടുംബാംഗങ്ങളുടെയും മരണവാർത്ത സ്ഥിരീകരിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ 27 അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ഇസ്രായേലിലെ ടെൽ അവീവിനും നേരെ ഇറാൻ മിസൈൽ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. ഖത്തറിലും UAEയിലും ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാന്റെ ഔദ്യോഗിക ചാനലായ പ്രസ് ടിവിയിലെ വാർത്താ അവതാരകൻ വികാരാധീനനായി പൊട്ടിക്കരഞ്ഞത് ഇറാന്റെ ആത്മവീര്യത്തിനേറ്റ വലിയ പ്രഹരമായി കാണപ്പെടുന്നു. ഖമേനിയുടെ രക്തസാക്ഷിത്വം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ഇറാൻ സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. ടെഹ്റാനിലെ എംഖലാബ സ്ക്വയറിലും അതുപോലെ കർലബയിലെ ഇമാം ഹുസൈൻ പള്ളിയിലും ഖമേനിയുടെ ചിത്രങ്ങളുമായി ആയിരക്കണക്കിന് ആളുകളാണ് വിലാപയാത്ര നടത്തുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ അധിനിവേശ കേന്ദ്രങ്ങളെയും ഇസ്രായേൽ സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണം നിമിഷങ്ങൾക്കുള്ളിൽ കടുപ്പിക്കുമെന്നാണ് IRGC അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഏതൊരു പ്രകോപനത്തിനും 10 ഇരട്ടി ശക്തിയിൽ മറുപടി നൽകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അമേരിക്കൻ നാവികസേനയും വ്യോമസേനയും. ഇറാൻ തങ്ങളുടെ ആയുധശേഷി പരീക്ഷിക്കാൻ മുതിർന്നാൽ അത് ആ രാജ്യത്തിന്റെ തന്നെ അന്ത്യത്തിന് വഴിയൊരുക്കുമെന്നാണ് ട്രംപ് നൽകുന്ന സൂചന. ലോകം കാത്തിരിക്കുന്നത് ഭയാനകമായ ഒരു യുദ്ധവാർത്തയ്ക്കാണെന്ന് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നു. ഇന്ന് എന്തും പശ്ചിമേഷ്യയിൽ സംഭവിക്കാം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വൻ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇന്ന് രാവിലെയാണ്. ദശാബ്ദങ്ങൾക്കിടെ ഇറാൻ മണ്ണിലുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിതെന്ന് ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചു. ഖമേനിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്ത് 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലോകത്തെ പ്രധാന എണ്ണ വിതരണ പാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു. ഇത് ആഗോള വിപണിയിൽ വലിയ എണ്ണ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് ആശങ്കയുണ്ട്. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. ഇറാനിലുടനീളമുള്ള സൈനിക കേന്ദ്രങ്ങളെയും മുതിർന്ന നേതാക്കളെയും ലക്ഷ്യമിട്ടായിരുന്നു US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണം. ഏകദേശം 200 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലെ 500ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ അവകാശപ്പെടുകയും ചെയ്തു. ടെഹ്റാനിലെ ഖമേനിയുടെ വസതി പൂർണ്ണമായും തന്നെ തകർക്കപ്പെട്ടതായും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.